ഐ എം ശില്പ ആൻഡ് I'm a third year MBBS സ്റ്റുഡൻറ്റ്. ഈ ഒരു വീഡിയോയിൽ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പീഡിയാട്രിക് പോസ്റ്റിങ്ങിനിടയിൽ ഒരു കുഞ്ഞ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ ചില വിശേഷങ്ങളും പറയുന്നൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇതും. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഹലോ, അപ്പം ഞാൻ എന്താ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്കിപ്പോൾ പീഡിയാട്രിക് പോസ്റ്റിംഗ് ആണ്. 6 ആഴ്ചയുണ്ട് നമുക്കൊരു പോസ്റ്റിംഗ്. ഇപ്പോൾ ലാസ്റ്റ് തീരാറായി. അപ്പം ഈ ആഴ്ച കൊണ്ട് ഞങ്ങളുടെ പോസ്റ്റിംഗ് കഴിയും. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, നോർമലി നമ്മുടെ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കേസ് എടുക്കും, കേസ് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും, പിന്നെ സെമിനാർ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് പോസ്റ്റിങ്ങിൻ്റെ സമയത്ത്. പിന്നെ നമ്മൾ എടുക്കുന്ന കേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെമിനാർ ടോപ്പിക്സ് വെച്ചിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ഞാൻ എൻ്റെ സെമിനാറിനെ വെച്ച് പോർഷൻ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സെമിനാർ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ഇട്ട് അവധി കിട്ടിയപ്പോൾ പിന്നെ അത് പോയി. അപ്പോൾ ഈ ഒരു ഡേയ്സിനിടയിലായിരുന്നു നമ്മുടെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് ഡേ വരുന്നത്. സോ അപ്പം നമ്മുടെ പീഡിയാട്രിക്സിലൊക്കെ ഉള്ളവർ ഒരു ചെറിയ എന്തെങ്കിലും ഒരു റോൾ പ്ലേയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ, അതിലൊരു വീഡിയോ എടുക്കാം എന്നോർത്തു. ഇത് പ്രോഗ്രാമിന് തൊട്ട് മുമ്പുള്ളൊരു ദിവസമാണ്. ആസ് യൂഷ്വൽ മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോസ്റ്റിങ്ങിന് പോവുകയാണ്. നോർമലി നമ്മുടെ കൂടെ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇന്ന് നമ്മുടെ ബാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ പോയി കേസൊക്കെ എടുത്തതിന് ശേഷം കേസ് പ്രസന്റ് ചെയ്യേണ്ട ആൾക്കാർ അവർ ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പ്രസന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുമായിരുന്നു. പിന്നെ നമുക്ക് വേറെ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിട്ട് നമ്മൾ അതിരുന്ന് എഴുതുമായിരുന്നു. പിന്നെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോളേജിന്റെ അടുത്ത് തന്നെയുള്ള ഒരു കുടുംബശ്രീ ഹോട്ടലിൽ ചെന്ന് നമ്മൾ ഊണൊക്കെ കഴിച്ചു. സോ നമ്മുടെ ആഫ്റ്റർനൂൺ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാളത്തെ റോൾ പ്ലേക്ക് വേണ്ടിയുള്ള ചെറിയ ഡിസ്കഷനും കാര്യങ്ങളും, ആരാണ് എന്തൊക്കെ റോളാണ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊരു ഡിസ്കഷൻ ആയിരുന്നു. സോ ഇന്നാണ് നമ്മുടെ റോൾ പ്ലേ ഉള്ള ദിവസം. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോൾ പ്ലേ, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ കേസ് പ്രസൻറ്റേഷനിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുള്ളതുകൊണ്ട് മാം എല്ലാവരോടും കുറച്ച് നോട്ട്സ് എഴുതിക്കിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അത് കാണിക്കണമെന്ന് പറഞ്ഞു. സോ അപ്പം നമ്മൾ അതിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഓട്ടോ ഒക്കെ തന്നെയായിരുന്നു ഇന്ന്. ഞങ്ങളുടെ ബാച്ചിൻ്റെ കൗൺസിൽ ഇനോഗ്രേഷൻ ആയിരുന്നു ഒഫീഷ്യൽ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങൾക്കിത് കുറേ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. തിരിച്ച് വീണ്ടും ക്ലിനിക്സിലോട്ട് തന്നെ പോവാണ്. സോ ഇവിടം വരെ വന്ന മടുപ്പ് മാറാൻ വേണ്ടി ക്യാൻറ്റീൻ ഞാൻ പോയി ഒരു മിൽക്ക് ഷേക്ക് മേടിച്ചു. സോ അപ്പം നമ്മുടെ പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ലെക്ചർ ഹാളിലോട്ട് വന്നു. ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ല, ഡയറക്റ്റ് വന്നു. അതാണ് ഇവിടെ ക്ലാസ്സിൽ ആരും ഇല്ലാത്തത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇന്നാണ്, അതായത് ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്ന 2 മണിക്കൂർ അല്ലെങ്കിൽ കൂടി വന്ന 1.5 മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ അവിടെ ക്ലാസ് തുടങ്ങാറായതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊരു ലെക്ചർ ഹാളുണ്ട്, അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ 7ാമത്തെ ഫ്ലോറിലുണ്ട്. നമ്മുടെ ചെയർപേഴ്സൺ ഉണ്ട്. ഞങ്ങൾ സ്പെഷ്യലായിട്ട് നമ്മൾ ഇനോഗ്രേഷൻ ഡേയിലായിരിക്കും സുന്ദരിയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ശ്രേയനെ കാറ്റി നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറാണ്. അതോടൊപ്പം പിന്നെന്താ കൊച്ചിന് തീരെ ആരും പറഞ്ഞില്ല 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? സോ ഞങ്ങൾ ഫൈനൽ പ്രാക്ടീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറയാനില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസൊക്കെയാണ് നമ്മൾ ശില്പ കുട്ടി ഇടുന്നത്. താങ്ക് യു. അങ്ങനെ
ഫൈനലി നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഹാളിലെത്തി. അവിടെ ചെന്നപ്പോഴേക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതെന്ന് പറയുന്ന ഒരു 1 വീക്കായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. സോ അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗിഫ്റ്റും കൂടെ കൊടുക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ ബാച്ചിൽ ഒരു കുട്ടിക്കും പോസ്റ്റർ മേക്കിങ്ങിന് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പീഡിയാട്രിക്സിലുള്ള ഒരു മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ നിന്നുള്ള ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു നമ്മുടെ സ്കിറ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകാണ്. ചായ സ്നാക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കഴിച്ചിട്ട് പോകാം. അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും. ഞാനാണ് നല്ലോണം മടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നേരെ ഞാൻ വീട്ടിലോട്ട് ഓടി. വീട്ടിൽ ചെന്നപ്പോഴേക്കും നൗജിയുടെ മെസ്സേജ് വന്നു, സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട്, വേണമെങ്കിൽ ഓടി വായോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ പോയേക്കാന്ന് ഓർത്തിട്ട് പോയി. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയതിനു ശേഷം പിന്നെ തിരിച്ചു വന്നു. സോ അപ്പോൾ നാളെ എനിക്ക് എൻപോസ്റ്റിംഗ് എക്സാം ആണ്. അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ആദ്യം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെടുത്തിട്ട് ടോപ്പിക്സ് എല്ലാം ഏതൊക്കെയാണ് ഞാൻ നോക്കി. എന്നിട്ട് അതൊരു പേപ്പറിൽ എഴുതി വെച്ചു. കാരണം 6 ആഴ്ച ഉണ്ടായിരുന്നതുകൊണ്ട് എന്താണ് ഏതാണെന്നും എനിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആദ്യം ഒരു പേപ്പറിലൊക്കെ എടുത്ത് എഴുതി വെച്ചു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടൊന്നും വിചാരിക്കണ്ട, ഇതിങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് വായിക്കാൻ വേണ്ടി തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ മാരോ എടുത്തിട്ട് അതിലെ വീഡിയോസ് കാണാൻ ഓർത്തു. സോ അങ്ങനെ എൻപോസ്റ്റിംഗ് എക്സാം കഴിഞ്ഞതോടെ പീഡിയാട്രിക്സ് പോസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് വരുന്നത് OBG ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരിക്കും ബൈ ബൈ.